സ്വാഗതം സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡിലേക്ക്. നാദാപുരത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. CPI തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമാണ് നാദാപുരം. കോഴിക്കോട് ജില്ലയിൽ CPI മത്സരിക്കുന്ന ഏക മണ്ഡലവും നാദാപുരമാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 2 തവണ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് നാദാപുരം. കഴിഞ്ഞ 3 തവണയായി ഇവിടെ EK വിജയനാണ് ഇവിടുത്തെ MLA. എന്നാൽ 2011 മുതൽ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്. 2011 7546 വോട്ടുകൾക്കാണ് EK വിജയൻ ഇവിടെ നിന്ന് ജയിച്ചതെങ്കിൽ 2016 എത്തുമ്പോൾ ഭൂരിപക്ഷം 4759 ഇടിയുന്ന കാഴ്ച കാണുന്നു. 2021 ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു, 4035 മാത്രമാണ് ഭൂരിപക്ഷം. ആ സാഹചര്യത്തിൽ തന്നെ UDF ഇവിടെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നതുകൂടി പറയേണ്ടതുണ്ട്. DCC പ്രസിഡന്റായ K പ്രവീൺകുമാറാണ് കഴിഞ്ഞ 2 തവണയും ഇവിടെ നിന്ന് UDFന് വേണ്ടി മത്സരിച്ചത്. മറ്റൊരു UDFൻ്റെ അനുകൂല സാഹചര്യമായി അവർ കാണുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നാദാപുരം മണ്ഡലം മാത്രം നോക്കുകയാണെങ്കിൽ UDFന് കിട്ടിയിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും ഇവിടെ UDFന് മേൽക്കൈയുണ്ട്. എന്നാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ LDFന് തന്നെയാണ് മേൽക്കൈയുള്ളത്. അപ്പോൾ ഇടതുപക്ഷവും UDFും ഒരുപോലെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലമാണ് നാദാപുരം. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി KM അഭിജിത്തോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ വരാനാണ് സാധ്യത എന്നറിയുന്നു. K പ്രവീൺകുമാർ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറിയേക്കും. മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ നാദാപുരത്ത് ചില അതൃപ്തികളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ KM അഭിജിത്ത് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ EK വിജയൻ്റെ ടേം പൂർത്തിയായ സാഹചര്യത്തിൽ ഒന്നുകിൽ P ഗവാസോ അല്ലെങ്കിൽ P വസന്തമോ ആയിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത. P ഗവാസ് CPIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഒരു യുവ നേതാവിന് അവസരം നൽകുകയാണെങ്കിൽ P ഗവാസ് തന്നെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. എങ്ങനെയാണെങ്കിലും മത്സരം കടുക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു ചർച്ച ഇവിടെ നടക്കുന്നത് ഈ സീറ്റ് വെച്ചുമാറലുമായി ബന്ധപ്പെട്ടതാണ്. അതായത് തിരുവമ്പാടി മുസ്ലിം ലീഗും ഇവിടെ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ 2 സീറ്റുകൾ തമ്മിൽ വെച്ചുമാറി നാദാപുരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നൊരു ചർച്ച കൂടി UDFിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിന് സാധ്യത കുറവാണ്. തിരുവമ്പാടി മുസ്ലിം ലീഗ് വിട്ടുകൊടുത്താലും നാദാപുരം ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണെങ്കിലും ഇവിടെ മത്സരം കടുക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. നാട്ടുകാർ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നത്, ആർക്കാണ് കൂടുതൽ സാധ്യത ഇവിടെയെന്ന് വോട്ടർമാരോട് തന്നെ നമുക്ക് വിശദമായി ചോദിക്കാം. നാദാപുരത്ത് ഇപ്രാവശ്യം UDF ജയിക്കും. നാദാപുരത്ത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം UDF ജയിക്കും. നാദാപുരം ഒരുപാട് കൊല്ലമായിട്ട് LDF ഭരിക്കുന്ന സ്ഥലമാണ്. ഒരു വികസനവും ഇല്ല. ഇപ്രാവശ്യം എന്തായാലും UDF വരും. അത് ഓരോ പ്രാവശ്യവും വിചാരിക്കുന്നതല്ലേ അവർ വരുന്നു, പക്ഷേ ചെറിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുന്നല്ലേ കാണുന്നത്. അതെ, ചെറിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത്. ഈ പ്രാവശ്യം 100% UDF ജയിക്കും. സ്ഥാനാർത്ഥി ആരാവണം? പ്രവീൺകുമാർ വീണ്ടും വരണോ? അത് നമുക്കറിയില്ല. അത് പാർട്ടി അത് ആരെയാണ് തീരുമാനിക്കുന്നത്, നമ്മൾ 100% സപ്പോർട്ട് ചെയ്യും. നാദാപുരത്ത് LDF വരണോ UDF വരണോ? LDF വരണം. നാദാപുരം മണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത? UDFന് തന്നെ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം ഇപ്പോഴുള്ള ഭരണത്തിൽ വളരെ മോശമായിട്ടാണ് കാണുന്നത്. LDF തന്നെ അതിനെന്താക്കുന്നുണ്ട്, മോശമാറ്റി ചിത്രീകരിച്ച് കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്നത്തെ പേപ്പറിൽ കണ്ടിട്ടില്ല, ഒരു പെണ്ണുങ്ങളെ വയറ്റിൽ കത്രയെ വെച്ചിട്ട് കൂട്ടിപ്പോയതല്ലോ. ആരോഗ്യ വകുപ്പെല്ലാം വളരെ മോശമായിട്ടല്ല നിൽക്കുന്നത്. മൊത്തം ഭരണത്തിൽ ഇറങ്ങുമ്പോൾ എന്താക്കുന്നത് LDF തന്നെ മോശമായ അഭിപ്രായത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ചായ്പ് UDFന് തന്നെയുള്ളത് നാദാപുരം മണ്ഡലത്തിൽ. നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്രമൊക്കെ UDF ആണ് മുൻതൂക്കം നിൽക്കുന്നത് ഇപ്പോൾ എല്ലാ അഭിപ്രായത്തിലും, മൊത്തത്തിൽ ജനങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിന് LDF ജയിക്കുന്നതല്ലേ കാണുന്നത്? അതിക്കുറി ഉണ്ടാവില്ല. നാദാപുരത്തെ സാധ്യത മിക്കവാറും LDFന് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും കാര്യങ്ങൾ കോളുകളൊക്കെ ഇവർ കാണിക്കും, പക്ഷെ അവസാന സമയത്ത് LDF ജയിച്ചു പോകുന്നതാണ് കാണാറ്. അങ്ങനെയാണ്. പിന്നെ സ്ഥാനാർത്ഥി അങ്ങനത്തെ മികച്ചൊരു സ്ഥാനാർത്ഥി എങ്ങാനും വരുവാണെങ്കിൽ അന്നേരം ജനങ്ങൾ മറിച്ച് ചിന്തിക്കുമെന്നുള്ള അറിഞ്ഞുകൂടാ. LDFൻ്റെ സ്ഥാനാർത്ഥി ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? EK വിജയൻ ഇപ്പോൾ 3 ടൈം ആയില്ലേ? EK വിജയൻ്റെ സമയം കഴിഞ്ഞ്. EK വിജയൻ ഇനി ഉണ്ടാവില്ല. പാർട്ടി തലത്തിൽ തന്നെ അവർ 3 ടൈം കഴിഞ്ഞവരെല്ലാം മാറ്റുന്നിട്ടുന്നാണ്. പുതിയായിട്ട് അഡ്വക്കേറ്റ് ഗവാസിൻ്റെ പേരാണ് പറഞ്ഞ് കേൾക്കുന്നത് ഇവിടെ. ഗവാസാണെങ്കിലും നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല സ്ഥാനാർത്ഥിയാണ് എൻ്റെ അഭിപ്രായം. നല്ല സ്ഥാനാർത്ഥിയാണ്. അതല്ലെങ്കിൽ പഴയ സത്യം മൊകേരി തന്നെ വീണ്ടും ഒരു പ്രാവശ്യം മത്സരിക്കുകയാണെങ്കിൽ അതും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. കാരണം ജനങ്ങൾക്ക് നന്നായി ജനങ്ങളെ അറിയാവുന്നവരാണ്. അവരൊക്കെ അങ്ങനത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നവരാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഗവാസ് മുൻ. അപ്പോൾ അങ്ങനെയെല്ലാം ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. പ്രവീൺകുമാർ UDF സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ 2-3 പ്രാവശ്യമല്ലേ മത്സരിച്ചിട്ട് ഇങ്ങനെ തോറ്റു പോകുന്നത്. ഏതെല്ലോ ഘടകങ്ങൾ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ട് കോൺഗ്രസിൽ തന്നെ. അതെന്താണ് നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടാ. ലാസ്റ്റ് സമയത്ത് അങ്ങ് തോറ്റു പോകുന്ന കാണുന്നത്. 4000-5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എപ്പോഴും കാണും ഇവിടെ. അങ്ങനെയാണ് കാണാറ്. പ്രാവശ്യം UDF വരാനാണ് സാധ്യത. ഭരണം വളരെ മോശമല്ലേ? ഇത്രയും 10 കൊല്ലത്തെ ഭരണം. പിന്നെ നാദാപുരത്ത് ഒരു വികസനവും ഇല്ല. എത്രയോ കൊല്ലമായി CPIൻ്റെ ഒരു MLA ആണ് ഇവിടെ ഉള്ളത്.
ഒരു വികസനമായിട്ട് ഇവിടെ എവിടെയും കാണാനേ ഇല്ല. UDF നല്ലൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ 90% സാധ്യത ഇവിടെ ഉണ്ട്. പ്രവീൺ കുമാറിനെ വീണ്ടും വന്ന എന്തായിരിക്കും അവസ്ഥ? പ്രവീൺ കുമാർ പ്രശ്നമില്ല. അഭിജിത്ത്, മുല്ലപ്പള്ളി രാമേന്ദ്രൻ നല്ല ചാൻസാണ്. തിരിച്ചു 100%. നാദാപുരത്ത് മിക്കവാറും LDF തന്നെയാണ് സാധ്യത കാണുന്നത്. അങ്ങനെ ഇവിടെ LDF UDF ഭരണവിരുദ്ധ വികാരം വിലിംഗനാഥാരത്തില്ല എന്നാണ് തോന്നുന്നത്. സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരും എന്നാണ് ഒരു വിശ്വാസം. കാരണം പല ഭാഗങ്ങളിലും ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം UDF അധികാരത്തിൽ വരും. നാദാപുരത്ത് സാധ്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരേണ്ടത് ഇവിടെ UDF കാരണം കുറെ കാലം ലീക്കെ വിജയം ജയിക്കുന്നു. ഇനിയിപ്പോ UDF വരണോ, ഒരു മാറ്റം ഇവിടെ ഉണ്ടാവണോ, അതിനാഗ്രഹിക്കുന്നുണ്ട് നാദാറ്റ ജനങ്ങൾ. നടക്കണോ? ജനങ്ങൾക്കെല്ലാം ഒരു മനമാറ്റം ഉണ്ടല്ലോ. കേരളത്തിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പെല്ലാം നിങ്ങൾ കണ്ടില്ലേ, എല്ലാം UDF അനുകൂലല്ലേ. നമ്മുടെ നാദാപുരം മണ്ഡലത്തിൽ LDF-നാണോ UDF-നാണോ സാധ്യത? UDF. നാദാപുരത്തോ? നാദാപുരത്ത് LDF അല്ലേ ജയിക്കാറ്? UDF ജയിക്കും. നാദാപുരത്ത് ആയിരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ LDF ഇതുവരെ ഉണ്ടായത്. LDF സാധ്യത എന്നാണ് തോന്നുന്നത്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം അങ്ങനെയൊന്നുമില്ല. വലിയ ഭരണവിരുദ്ധമായിട്ടാണ് കാണുന്നത്. കാരണം ഫുൾ ഇതല്ലേ, വികസനം തന്നെ എല്ലാവരും ഉള്ളത്. നല്ല പ്രവർത്തനം. വിജയൻ നല്ല പ്രവർത്തനം. 10 കൊല്ലമായി ഇവിടെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇതും നാട്ടിൽ നടത്തിയിട്ടില്ല. നടന്നതെല്ലാം വെറും ഒരു വിഷമത്തിലാണുള്ളത്. പാലം പൊട്ടിയിട്ട് മറ്റേ പൊട്ടിയിട്ട് ഒട്ടാധാരത്തിലാണുള്ളത്. അതുകൊണ്ട് ഈ ഭരണം അവസാനിച്ചിട്ട് UDF ഭരണം വരണം. ഇവിടെ UDF വരാനാണ് സാധ്യത. സ്ഥാനാർത്ഥിയായിട്ട് ആര് വരണം UDF? പ്രവീൺ കുമാർ ഇങ്ങോട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതാക്കന്മാരുണ്ടാവും. ഒരു കമ്മിറ്റി തീർച്ചപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ വരും. MLA പ്രവർത്തനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? MLA പ്രവർത്തനം വലിയൊരു മെച്ചമില്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണമല്ല അത്രയും ഉണ്ടാവും. അവരെല്ലാം ഇപ്പോൾ കീശലാക്കുന്ന പരിപാടിയല്ലോ. UDF സാധ്യത ദുർഗ UDF അല്ലേ ഉണ്ടാവില്ല. LDF ജയിച്ചു വരുന്ന മണ്ഡലല്ലേ? UDF ഭരണം മാറണമെന്നുള്ള ഭരണം മാറണ്ടേ? ഭരണം മാറൽ നിർബന്ധം അല്ലേ? എല്ലാവരും ഒരു പുതിയതെല്ലാം ആഗ്രഹിക്കുന്നല്ലോ, ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഭരണം മോശമാണോ? മോശം തന്നെയാണ്. നല്ലൊരു ഭരണം വരണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആര് സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടി വരണം തന്നെ. പ്രവീൺ കുമാർ വരണം. പ്രവീൺ കുമാർ വീണ്ടും വന്നാൽ ജയിക്കോ? ജയിക്കും. മുല്ലപ്പള്ളി ആണെങ്കിലോ? മുല്ലപ്പള്ളി അങ്ങനെ ജയിക്കാൻ സാധ്യതയുണ്ട്. LDF തന്നെ സാധ്യത. ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണല്ലോ ഓരോ തെരഞ്ഞെടുപ്പ്. ഇല്ല, അത് വേറെ പറയുന്ന ഇക്കുറി എന്തായാലും പിടിക്കും. പിണറായി സർക്കാർ നല്ല സേവനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്കെല്ലാം വളരെ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ UDF തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് കാണുന്നത്. UDF-നാണ് സാധ്യത. ജനങ്ങൾ ഭരണമാറ്റം, വിലക്കയറ്റം ഇതെല്ലാം പറയുന്നത്. നാദാപുരത്ത് ആർക്കാ ചാൻസ്? പ്രാവശ്യം LDF ഞങ്ങൾ കണക്കൂടുന്നത്. MLA പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട്? നല്ല MLA നല്ല പ്രവർത്തനം, നല്ല MLA ആണല്ലോ. നല്ല വർക്കറാണ്. നല്ല വർക്ക് എല്ലാ സംഗതിയും എത്തിപ്പെടുന്ന ഒരു MLA ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി ആരാ സ്ഥാനാർത്ഥിയായിട്ട് വരണ്ടേ? ഗവാസ് വരുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് പറയാനായിട്ടില്ല. ആരാ വരുന്നത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥികൾ ആരാണെങ്കിലും നാദാപുരത്ത് മത്സരം കടുക്കുമെന്നതിൽ സംശയമില്ല. സി ടൈം സെലക്ഷൻ പൾസ് റൈഡ് ഇനി നേരെ പേരാമ്പ്രയിലേക്ക്. പ്ലീസ് ഫോളോ.